മനുഷ്യന് സമൂഹത്തോട് കടമയുണ്ട്, കടപ്പാടുണ്ട്, ബാധ്യതകളുണ്ട്. ആ കടമയും കടപ്പാടും ബാധ്യതകളും നിർവഹിക്കേണ്ടവരാണ് നമ്മൾ, നിർവഹിക്കുന്നവരാണ് നമ്മൾ. ആ കടപ്പാടുകൾക്കും ബന്ധങ്ങൾക്കും കർമ്മശാസ്ത്രത്തിന്റെ ഭാഷയിലേക്ക് പോവുകയാണെങ്കിൽ ഫർദ് കിഫായ എന്നൊക്കെ പറയും. സാമൂഹിക ബന്ധങ്ങൾ, ആ സാമൂഹിക ബന്ധങ്ങൾ സമൂഹത്തിൽ നിലനിൽക്കേണ്ടതുണ്ട്. നമ്മളൊക്കെ മദ്രസയിൽ നിന്നും അല്ലാതെയും പഠിച്ചൊരു ബന്ധങ്ങളുണ്ട്. ഫർദ് കിഫായ എന്ന് പറയുമ്പോൾ ഉദാഹരണം പറയാറുണ്ട്, മരണാനന്തര ക്രിയകൾ എന്ന്. ആ മരണാനന്തര ക്രിയകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല സാമൂഹിക ബന്ധങ്ങൾ. സമൂഹത്തിന് ആവശ്യമായ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം ചെയ്തു കൊടുക്കുക എന്നത് സാമൂഹിക ബന്ധങ്ങളാണ്. ആ ബന്ധങ്ങള് വ്യക്തിയിൽ നിർബന്ധമുള്ളതുണ്ട്, അതുപോലെ വ്യക്തിയിൽ നിർബന്ധമല്ലാത്തതുണ്ട്, സമൂഹം ചെയ്തു കൊടുത്താൽ മതിയാകുന്നതുണ്ട്, അങ്ങനെ പലതുമുണ്ട്. ആ ബന്ധങ്ങൾ സ്ഥാപിക്കുകയും അത് നിർവഹിക്കുകയും നിറവേറ്റുകയും ചെയ്യുന്നവരായിരിക്കണം ഒരു വിശ്വാസി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സാമൂഹിക കടമകളും കടപ്പാടുകളും നിർവഹിക്കുമ്പോൾ അതിന് ചില മാനദണ്ഡങ്ങൾ പരിശുദ്ധ ഇസ്ലാം പറയുന്നുണ്ട്. അവിടെ നമ്മൾ സ്വീകരിക്കേണ്ട ചില മാനദണ്ഡങ്ങൾ. ഒന്നാമത്തെ മാനദണ്ഡമാണ് തആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. നമ്മുടെ സമൂഹത്തിൽ ഏതെങ്കിലും തുറകളിൽ, ഏതെങ്കിലും മേഖലകളിൽ എന്തെങ്കിലും ഒരു കാര്യം, ഒരു സേവന പ്രവർത്തനം ചെയ്യുകയാണെങ്കിൽ, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബാധ്യതകളും കടമകളും നമ്മൾ നിർവഹിക്കുകയാണെങ്കിൽ, അല്ലാഹു പറയുന്നത് നിങ്ങൾ ബിർറുൽ മാത്രം, നന്മയിലും ഗുണത്തിലും മാത്രമേ സഹകരിക്കാൻ പാടുള്ളൂ. അത്തരം കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ നിർവഹിക്കാൻ പാടുള്ളൂ. വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. ഒരാളെ ശത്രുതയുടെ പേരിലോ അല്ലെങ്കിൽ കുറ്റത്തിന്റെ പേരിലോ ഒരാളെ സഹായിക്കാൻ പാടില്ല എന്ന് ഒരു നിബന്ധന അല്ലാഹു തആല വെക്കുന്നുണ്ട്. ഒന്നാമത്തെ നിബന്ധന അതാണ്. രണ്ടാമത് ഇഖ്ലാസും ബിവജ്ഹില്ല. നമ്മൾ നമ്മുടെ കടമകൾ നിർവഹിക്കുമ്പോൾ, നമ്മൾ സാമൂഹിക സേവനങ്ങൾ ചെയ്യുമ്പോൾ, സാമൂഹിക പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ, സമൂഹത്തിന് വല്ലതും ചെയ്തു കൊടുക്കുമ്പോൾ ഉണ്ടാകേണ്ട കാര്യമാണ് ഇഖ്ലാസും ബിവജ്ഹില്ല. അല്ലാഹുവിന്റെ വജ്ഹ് മാത്രം അവിടെ ഉദ്ദേശിക്കുക.